സാന്ദ്ര തോമസിന്റെ പത്രികാ സമർപ്പണമല്ല, സൂക്ഷ്മ പരിശോധന. അവിടെ പത്രിക തള്ളിയിരിക്കുകയാണ്. സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രിക തള്ളി. ട്രഷറർ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് സാന്ദ്ര പത്രിക സമർപ്പിച്ചിരുന്നത്. അല്പം മുമ്പ് നമ്മൾ കണ്ടതാണ് അവിടെ വലിയ രീതിയിലുള്ള തർക്കം റിട്ടേണിംഗ് ഓഫീസറുമായി ഉണ്ടാകുന്നത്. രണ്ട് സമർപ്പിച്ച പത്രികകൾ മത്സരിക്കുന്നതിന് പര്യാപ്തമല്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ സാന്ദ്രയുടെ പത്രിക തള്ളിയിരിക്കുന്നത്. ട്രഷറർ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് സാന്ദ്ര പത്രിക സമർപ്പിച്ചിരുന്നത്. സാന്ദ്രയുടെ സെൻസർ സർട്ടിഫിക്കറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഒടുവിൽ ഈ തള്ളുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആസിഫ് മുഹമ്മദ് അവിടെ നിന്ന് ചേരുകയാണ്. ആസിഫ്, അങ്ങനെ പത്രിക തള്ളിയിരിക്കുന്നു അല്ലേ? രണ്ട് സ്ഥാനത്തേക്കാണ് സാന്ദ്ര പത്രിക സമർപ്പിച്ചത്. ഒന്ന് ട്രഷറർ സ്ഥാനത്തേക്കും മറ്റൊന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്കും. ട്രഷറർ സ്ഥാനത്തേക്കുള്ള പത്രിക പരിശോധിച്ചപ്പോൾ തന്നെ ആ പത്രിക തള്ളിയിരിക്കുകയാണ്. സ്വാഭാവികമായും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പത്രികയും തള്ളും. രണ്ടിനും ഒരേ മാനദണ്ഡമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തള്ളുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഈ സാന്ദ്ര പത്രിക സമർപ്പിച്ച പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് എടുത്ത സമയം മുതൽ അത് വലിയ നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം റിട്ടേണിംഗ് ഓഫീസർ ഈ ഒരു പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് എടുത്ത സമയത്ത് തന്നെ സാന്ദ്രയോട് ആക്ഷേപം ഉണ്ടോ എന്ന് റിട്ടേണിംഗ് ഓഫീസർ തന്നെ ചോദിക്കുന്ന ഒരു ഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ സാന്ദ്ര ചോദിക്കുന്നുണ്ട്, മറ്റാരെങ്കിലും ആക്ഷേപം ഉന്നയിക്കാതെ എന്തുകൊണ്ടാണ് റിട്ടേണിംഗ് ഓഫീസർ ഇത്തരത്തിൽ തന്റെ പത്രികയിൽ മാത്രം സംശയം പ്രകടിപ്പിച്ചത് എന്നുള്ള കാര്യം എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും തന്റെ പത്രിക തള്ളാൻ നേരത്തെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത നടപടിയാണ് ഉണ്ടായത് എന്നുള്ളൊരു ആക്ഷേപമാണ് സാന്ദ്ര ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. അതിനുശേഷം, അതായത് റിട്ടേണിംഗ് ഓഫീസർ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചതിന് ശേഷമാണ് മറ്റുള്ളവർ പോലും ഈ ഒരു പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്. ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ, ഈ ഒരു പത്രിക സമർപ്പിക്കുമ്പോൾ പ്രസിഡന്റ് അടക്കമുള്ള സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിക്കുമ്പോൾ പ്രധാനമായും തന്റെ പേരിലുള്ള, അതായത് പത്രിക സമർപ്പിച്ച ആളുടെ പേരിലുള്ള 3 സെൻസർ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. അപ്പോൾ സാന്ദ്ര സമർപ്പിച്ച 3 സെൻസർ സർട്ടിഫിക്കറ്റുകൾ 2 സാന്ദ്ര തോമസ് പ്രൊഡക്ഷന്റെ കീഴിൽ തന്നെയുള്ളവയാണ്. ഒന്ന് ഫ്രൈഡേ ഫിലിംസ്, അതായത് സാന്ദ്ര നേരത്തെ പാർട്ട്ണറായിരുന്ന ഫ്രൈഡേ ഫിലിംസിന്റെ നേതൃത്വത്തിലുള്ള, അല്ലെങ്കിൽ അതിന്റെ കീഴിൽ നിർമ്മിച്ച സിനിമയുടെ പത്രികയാണ്. അപ്പോൾ ആ ഒരു പത്രിക അത് വാലിഡ് അല്ല എന്നുള്ള ഒരു കാര്യത്തിലാണ് തർക്കം നടന്നത്. അപ്പോൾ സാന്ദ്ര പറയുന്നുണ്ട്, താൻ തന്നെയാണ് ആ ഒരു സിനിമ നിർമ്മിച്ചത്, സെൻസർ സർട്ടിഫിക്കറ്റിൽ തന്റെ പേര് തന്നെയാണുള്ളത്. അപ്പോൾ ഇത് തള്ളാനുള്ള കാരണം എന്താണ് എന്നുള്ള സാന്ദ്ര ചോദിക്കുന്നുണ്ട്. മറ്റേ ഏതെങ്കിലും തന്നെ മാനദണ്ഡം വേണം എന്നുള്ള കാര്യം പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും തന്റെ പത്രിക തള്ളാനുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സാന്ദ്ര പറയുന്നു. ഈ റിട്ടേണിംഗ് ഓഫീസറായി താങ്കൾ ഇത്രയും കൊല്ലം ഇവിടെ തുടരുന്നത് പോലും ഇത്തരത്തിൽ ഇവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനാണ് എന്നുള്ളൊരു ആക്ഷേപം സാന്ദ്ര ആ ഒരു സമയത്ത് ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് സുരേഷ് കുമാർ അടക്കമുള്ള നിർമ്മാതാക്കൾ തർക്കം രൂക്ഷമാക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇവിടെ പറയേണ്ട കാര്യം മാത്രം പറഞ്ഞാൽ മതി, മറ്റു കാര്യങ്ങൾ പറയേണ്ടതില്ല എന്ന് അവിടെ വെച്ച് പറയുന്നു. അങ്ങനെ ആ തർക്കം മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഏതായാലും ഇപ്പോൾ സാന്ദ്രയുടെ പത്രിക തള്ളിയതായി ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാന്ദ്ര പറയുന്നത്, തള്ളിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തനിക്ക് എഴുതി തരണം, ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടി അടക്കം സ്വീകരിക്കുമെന്നുള്ള കാര്യമടക്കം സാന്ദ്ര വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും വളരെ നേരം നീണ്ടുനിന്ന തർക്കം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. മറ്റ് പത്രികകൾ പരിഗണിച്ച സമയത്തെല്ലാം ഉന്നയിച്ച കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് സാന്ദ്രയുടെ പത്രിക എടുത്ത സമയത്ത് റിട്ടേണിംഗ് ഓഫീസർ പ്രത്യേകമായ താല്പര്യമെടുത്ത് മറ്റുള്ളവർ ആക്ഷേപം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ ആക്ഷേപം അത് ഓൺ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള കാര്യവും സാന്ദ്ര ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാലും അല്പസമയത്തിനകം തന്നെ സാന്ദ്ര മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ തള്ളിയിട്ടുള്ള പത്രികയിൽ സാന്ദ്ര തോമസിന്റെ പത്രിക മാത്രമാണ്. എന്താണെങ്കിലും സാന്ദ്രയുടെ പ്രതികരണം വരുന്ന മുറയ്ക്ക് തന്നെ വീണ്ടും അതിലേക്ക് മടങ്ങിയെത്താം.